ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. നമ്മൾ തമ്മിലെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളാരെയും കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് വായിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ വാട്സാപ്പിലും അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോയുടെയും പഴയ വീഡിയോയുടെയും ഒക്കെ താഴെ കമൻസ് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നുള്ളത്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പനി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷുഗർ ഡൗൺ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വയ്യായ്മകളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ വാട്സാപ്പിൽ വരുന്ന കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പഴയ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ഇടയ്ക്കേ കാണുന്നുള്ളൂ. നമ്മുടെ പുതിയ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ അന്വേഷിച്ചു, അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാനും കൂടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോകൾ കാണാനാണ് താല്പര്യം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ്സ് ചെയ്യുമ്പോൾ കൂടുതൽ വ്യൂ വരുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ, എന്താണ് വീഡിയോയുടെ വ്യൂ കുറയുന്നതെന്ന് അറിയില്ല. വ്ളോഗ് ചെയ്യുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, അല്ലാതെ റെസിപ്പി വീഡിയോ ചെയ്യുമ്പോൾ അധികം ആരും കാണുന്നില്ല. അപ്പോൾ വ്ളോഗ്സ് ആണോ താല്പര്യം, അല്ലാതെ റെസിപ്പി വീഡിയോകളാണോ താല്പര്യം, ഡേ ഇൻ മൈ ലൈഫ് ആണോ താല്പര്യം, പിന്നെ ലഞ്ച് റെസിപ്പീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോകളാണ് ചെയ്യേണ്ടത് എന്നും കൂടി ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാം. പിന്നെ എന്താ പറയുക, പിന്നെ ഈ ഷുഗർ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഷുഗർ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ട്. അതിന് പലരും എനിക്ക് കമൻറ്റ് ചെയ്ത് തരുന്നുണ്ട്, സ്വീറ്റ്സ് ഒരുപാട് കഴിക്കൂ, സ്വീറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവും എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ സ്വീറ്റ്സ് ഒന്നും കഴിച്ചിട്ട് അങ്ങനെ നേരെ ആവുന്നില്ല. ചില ദിവസങ്ങളിലാണ് ഷുഗർ കുറഞ്ഞു പോകുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 37, 39, 42 അങ്ങനെയൊക്കെ ആയി പോകുന്നതാണ് ഷുഗർ. അത് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം, ചിലപ്പോൾ രാത്രി ആയിരിക്കാം, അങ്ങനെ പല സമയത്താണ് ഷുഗർ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ മധുരം കഴിച്ചിട്ട് മാത്രം ഷുഗർ അങ്ങോട്ട് കൂടി വരുന്നില്ല. അല്ലാതെ പല എന്താ പറയുക ഷുഗർ എങ്ങനെ കൂടുന്നത്, മധുരം കഴിച്ചു നോക്കിയിട്ട് ഷുഗർ കൂടി വരുന്നില്ല. സ്വീറ്റ്സ് കഴിച്ചു, ഫ്രൂട്ടി കുടിച്ചു. അപ്പോൾ നിങ്ങൾ പല വ്ളോഗിലും കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ഫ്രൂട്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഈ ഫ്രൂട്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് തന്നെ ഷുഗർ കുറഞ്ഞു പോകുന്നത് പേടിച്ചിട്ടാണ് ഫ്രൂട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫ്രൂട്ടി കുടിച്ചിട്ട് ഷുഗർ കൂടുന്നില്ല. പക്ഷേ D25 എന്ന് പറഞ്ഞിട്ട് ഒരു ഡെക്സ്ട്രോസിൻ്റെ 25% ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് 2 3 ഒക്കെ ഇടുമ്പോഴാണ് ഷുഗർ കൂടുന്നത്. അത് ഹോസ്പിറ്റലിൽ അത് ഇടുമ്പോഴാണ് കേട്ടോ ഷുഗർ കൂടി വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഷുഗർ കൂടി കിട്ടുന്നത്. പക്ഷെ അതിട്ടാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഷുഗർ വീണ്ടും താഴേക്ക് പോവും. അങ്ങനെ 2 3 ദിവസമൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഷുഗർ നോർമൽ ആവുന്നത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഷുഗർ ഡൗൺ ആയിപ്പോവും. അപ്പോൾ ഇരട്ടി മധുരം കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നിരുന്നു. പിന്നെ വേറെ എന്തെന്നാ, ജിലേബി ലഡു ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടും ഒരുപാട് മധുരം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്ത് പോകും. നമ്മൾ ഒരുപാട് മധുരം നമ്മുടെ ശരീരത്തിന് ശീലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്ത് പോകും. പിന്നെ അളവില്ലാതെ മധുരം കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പോൾ ആവശ്യത്തിന് മധുരം കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഡോക്ടേഴ്സ് പറയുന്നത് ഷുഗർ കുറയുന്ന രീതിയിലുള്ള വേറെ പ്രശ്നങ്ങളൊന്നും എൻ്റെ ശരീരത്തിനില്ല. ഷുഗർ കൂടിയിട്ടുമല്ല ഷുഗർ കുറഞ്ഞു പോകുന്നത്, നോർമൽ ഷുഗർ ലെവലിൽ നിന്ന് ഷുഗർ താഴ്ന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഡയബറ്റിക് അല്ലാതെ ഹൈപ്പോഗ്ലൈസീമിക് ആണ്. അതുകൊണ്ടാണ് ഈ ഷുഗർ നോർമൽ അല്ലാതെ നിൽക്കുന്നത്. ഇത് ഞാൻ ഇടയ്ക്ക് നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുന്നേക്ക് ഇത് അറിയില്ലായിരുന്നു. നേരത്തെ പാവയ്ക്കൊക്കെ കറി ഉണ്ടാക്കിയിട്ട് പാവയ്ക്കറിയുടെ ടേസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പുളി ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ബോധം കിട്ട് താഴെ വീഴും. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എനിക്കിത് ഷുഗർ കുറഞ്ഞിട്ടാണെന്ന്. അപ്പൊ പാവയ്ക്കയുടെ കയ്പ്പ് വായിൽ ചെല്ലുമ്പോൾ ഷുഗർ ഡൗൺ ആയി പോകും.
അതൊക്കെ കുറെ വർഷങ്ങളായി, 8-10 വർഷമായില്ലേ, 8-10 വർഷത്തോളമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ അറിയില്ലായിരുന്നു, പിന്നെ പിന്നെ കണ്ടുപിടിച്ച് ഓരോന്ന് കണ്ടുപിടിച്ച്. പക്ഷെ ഇപ്പോൾ അറിയാം, നന്നായിട്ട് വേർത്ത് വരുമ്പോൾ ഷുഗർ കുറയാണെന്ന് അറിയാം. പിന്നെ ഷുഗർ കുറഞ്ഞ് താഴെ വീഴുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പം അധികം പോകുന്നില്ല, നമുക്ക് തന്നെ മനസ്സിലാവും. കുറേ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ, കണ്ണിൽ ഇരുട്ടൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഷുഗർ കുറഞ്ഞ് തുടങ്ങുകയാണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ, ഷുഗർ കുറഞ്ഞു പോകുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ, അവരെന്താണ് ഈ ഷുഗർ കുറയുമ്പോൾ ചെയ്യുന്നതെന്ന്, ആ ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ ചെയ്യുന്നതെന്നുള്ളത് കൂടി എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരണേ, അല്ലെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് ചെയ്ത് തരണേ. എന്താണ് ചെയ്യുന്നത് ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ. എൻ്റെ അറിവിൽ പലർക്കും ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ ഒരുപാട് ആൾക്കാർക്കില്ല, കുറച്ച് പേർക്കൊക്കെ. പക്ഷെ അത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കാണ് ഷുഗർ കുറഞ്ഞു പോകുന്നത്. ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ട് വളരെ കുറച്ച് പേരെ, 1-2 പേരൊക്കെ എനിക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോൾ അവർ ഇതുപോലെ തന്നെ D25 ആണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പിന്നെ പനി മാറിയോ എന്ന് വെച്ചിട്ടൊക്കെ കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നിരുന്നു, സൗണ്ട് വ്യത്യാസം വരുന്നതിൻ്റെ വീഡിയോയിൽ. അപ്പോൾ പനി മാറിയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് പനി മാറിയിട്ടില്ല. പനി വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചൊക്കെ കമൻറ്റ് വരാറുണ്ട്. പനി വരുമ്പോൾ ഞാൻ കുളിച്ച് പനി മാറ്റാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് കുളിക്കരുത്, തലനക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇത് പനി വരുമ്പോൾ രാത്രിയും പകലൊക്കെ കുളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുളിച്ച് പനിയുടെ വഴിക്ക് നമുക്കറിയാം 104 ഡിഗ്രി പനി ഉണ്ടല്ലോ. അതെ, അപ്പൊ പനിക്കറിയാം എൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, പനിക്ക് പോയേ പറ്റുള്ളൂ. ഈ ശരീരത്തിൽ പനി അധിക സമയം നിന്ന് കളിച്ചിട്ട് കാര്യമില്ല എന്നറിയാവുന്നുണ്ട്. പനി തനിയെ വിട്ടു പോകും, അതാണ് പനിയുടെ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ പനിയും ചുമ അധികമല്ല കേട്ടോ. ചുമ വരുമ്പോൾ ഞാൻ തണുത്ത വെള്ളം കുടിക്കും. അങ്ങനെ ഓരോന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കുകയാണ് എൻ്റെ മരുന്നുകൾ. അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് പനിയും ചുമയൊക്കെ മാറ്റി ഇങ്ങനെ. ഇപ്പോൾ സൗണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പുറത്താണെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് സൗണ്ട് സ്ട്രെയിൻ ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഇന്നിടാതിരുന്നത്. പിന്നെ കുക്കിംഗ് വീഡിയോ ഇടാതിരുന്നതിൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഏത് ടൈപ്പ് വീഡിയോ വേണമെന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് ആ രീതിയിലുള്ള വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു വ്ളോഗ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് ടൈപ്പ് വീഡിയോ വേണം എന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നിരുന്നു, ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ വീട് ക്ലീൻ ചെയ്തിട്ട് വാടകക്കാർ മാറല്ലേ ചെയ്യുന്നതെന്ന്. അതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പെട്ടെന്ന് വാടകക്കാരെ മാറ്റേണ്ടി വന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബാച്ചിലേഴ്സാണ് താമസിച്ചിരുന്നത്. അവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു വിടേണ്ടി വന്നു. അങ്ങനെ ആയതുകൊണ്ടാണ് അവർ വീട് ക്ലീൻ ചെയ്യാതെ പോയത്. സാധാരണ വാടകക്കാർ മാറുമ്പോൾ വീട് ക്ലീൻ ചെയ്യാറുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ വാടക കൊടുത്തിട്ട് ആദ്യത്തെ അനുഭവമാണ്. സാമാന്യ മര്യാദക്ക് എല്ലാവരും ഇതുപോലെ വെടിക്കെട്ട് കഴിഞ്ഞ പോലെ ആവാതെ അത്യാവശ്യം ക്ലീനാക്കി തന്നെയാണ് പോവാറുള്ളത് സാധാരണ. ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ ഞങ്ങൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാണ് പോന്നിട്ടുള്ളത്. നമ്മൾ താമസിച്ചിരുന്ന വീട് ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാണോ അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ താമസിച്ചിട്ട് മാറിപ്പോന്നിട്ടുള്ളത്. പക്ഷെ ഇവരെ നമ്മൾ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർ ക്ലീൻ ചെയ്യാതെ പോയത്. ഒരു ദിവസം രാത്രി 1:30 ആയപ്പോൾ അവരെ പറഞ്ഞു വിടേണ്ടി വന്നു. അതിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം കേട്ടോ, അതെന്താണെന്നുള്ളത്. ബാച്ചിലേഴ്സിനെ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമായിരിക്കും കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മറുപടി. ഞാൻ അതിൽ കമൻറ്റിൽ ഞാൻ മറുപടി തന്നില്ലായിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും മറുപടി തരുമ്പോൾ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്ത് തരാതിരുന്നത് കേട്ടോ മറുപടി. ഒരു മറുപടി ഇങ്ങനെ വീഡിയോയിൽ തന്നെ തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് മനസ്സിലായെങ്കിലും ഇച്ചിരി കൂടി വ്യക്തമായി കേൾക്കാൻ ആഗ്രഹമുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം നമ്മുടെ കുക്കിങ്ങിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ഇരുന്ന് സംസാരിക്കാം എന്താണ് അവരെ പറഞ്ഞു വിടാനുള്ള കാരണം. എന്താണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിനെ രാത്രി പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങൾ അറിയാൻ പറ്റും, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മുതൽ നമ്മുടെ വീഡിയോകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.